കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ കിഴക്കുമാറി പ്രതിഷ്ഠിച്ചിരിക്കുന്ന 1.5 അടി പൊക്കമുള്ള ഒരു ദേവതാ വിഗ്രഹമാണ് തവിട്ടുമുത്തി. മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത ഈ ദേവതയുടെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ മീനമാസത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ഈ ഒരു സമയത്ത് കൊടുങ്ങല്ലൂരമ്മ അല്ലാതെ അമ്മയുടെ ചൈതന്യത്തിൻ്റെ വലിയൊരു ഭാഗം ചൈതന്യം സ്വാംശീകരിച്ചുകൊണ്ടുള്ള മറ്റൊരു വിഗ്രഹം അല്ലെങ്കിൽ മറ്റൊരു ദേവത കൊടുങ്ങല്ലൂർ കുരുമ്പക്കാവിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ ഭഗവതിയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവരും ഭക്തിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും തവിട്ടുമുത്തി എന്നും തവിടാട്ടുമുത്തി എന്നും എല്ലാം സംബോധന ചെയ്യുന്ന ആ ദേവതയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊടുങ്ങല്ലൂരമ്മ എന്ന് വിളിക്കപ്പെടുന്ന സാക്ഷാൽ ഭദ്രകാളി സാന്നിധ്യത്തിലുള്ള ചൈതന്യമാണ്. ദേവി കാലസംഘർഷിണിയായിട്ടുള്ള ഭഗവതിയാണ്. ശിവന്റെ മകളുടെ സ്ഥാനമായിട്ട് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് ജനിച്ച ഭഗവതിയാണ്. ദാരികനെ വധിച്ചിട്ടുള്ള ഭഗവതിയാണ് എന്നൊക്കെ അറിയാം. ആ അമ്മയ്ക്ക് ആ ക്ഷേത്രത്തിൽ ഉപദേവതകളുമുണ്ട്. അതിൽ തന്നെ മഹാദേവൻ ഭഗവതിയുടെ ഉപദേവത എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ക്ഷേത്രത്തിലുള്ള മറ്റൊരു സാന്നിധ്യമാണ്. വസൂരിമാല എന്ന് പറഞ്ഞ് മറ്റൊരു സാന്നിധ്യം ഗുരുതി നടക്കുന്ന ഭാഗം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭക്തരും ചെന്ന് തൊഴുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ദേവതാ ചൈതന്യമാണ് ഈ തവിട്ടുമുത്തി എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഷ്ഠ. ആദ്യം നമുക്ക് ആ പ്രതിഷ്ഠ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അത് ഏകദേശം ഒരു 2 അടി ഉയരത്തിലുള്ള ഒരു പീഠവും അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന 8 കൈകളോട് കൂടിയിട്ടുള്ള ഒരു വിഗ്രഹമാണ്, ഒരു ശിലാവിഗ്രഹമാണ്. അത് ഭഗവതിയുടെ വിഗ്രഹമാണ്. 8 കൈകളിൽ 8 ദിവ്യായുധങ്ങൾ ഏന്തിക്കൊണ്ടുള്ള ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് അത്. മഹാദേവന്റെ നടയുടെ ഇടതുഭാഗത്തായിട്ടാണ് തവിട്ടുമുത്തിക്ക് സ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അവരുടെ ആരാധനകളൊക്കെ നടത്തുന്നത് പത്മശീലർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആരാധന? നമുക്കറിയാം, ഒരു ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിളക്ക് വെപ്പ് ഉണ്ടാവും, 3 നേരം പൂജ ഉണ്ടാവും, നേദ്യം ഉണ്ടാവും. തവിട്ടുമുത്തിക്ക് ഇതൊന്നും തന്നെ ആവശ്യമില്ല. തവിട്ടുമുത്തിക്ക് ആകെ വേണ്ടത് ഭക്തർ സ്നേഹത്തോടെ ഒഴിഞ്ഞു കൊടുക്കുന്ന തവിടാണ് പ്രധാനപ്പെട്ട വസ്തു. അവിടെ നിത്യപൂജയൊന്നുമില്ല, അവിടെ നേദ്യമില്ല, ആ അമ്പലത്തിനൊരു മേൽക്കൂരയില്ല. എന്നാൽ ശക്തിയുടെ പ്രഭവ കേന്ദ്രമാണ് ആ സ്ഥാനം. അത് ആത്യന്തികമായിട്ട് ചണ്ഡികാദേവിയുടെ പുരികക്കൊടിയിൽ നിന്ന് വന്നിട്ടുള്ള ചാമുണ്ഡയാണ് എന്നാണ് സങ്കല്പം. ആരാണ് ചാമുണ്ഡ എന്നും ആരാണ് ചണ്ഡിക എന്നും ദേവീമാഹാത്മ്യം പാരായണം ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. ശുംഭനെയും നിശുംഭനെയും വധിക്കാനായി അവതാരമെടുത്തിട്ടുള്ള ശ്രീപാർവതിയുടെ ദുർഗാഭാവത്തെയാണ് നമ്മൾ ചണ്ഡിക എന്ന് വിളിക്കുന്നത്. ആ ചണ്ഡികാദേവിയുടെ പുരികക്കൊടിയിൽ നിന്നാണത്രേ കാളി അഥവാ ചാമുണ്ട ജനിച്ചത്. ആ ചാമുണ്ടയാണ് സത്യത്തിൽ ഈ തവിട്ടുമുത്തി എന്ന് വിളിക്കപ്പെടുന്നത്. ആ കഥ നമുക്കൊന്ന് എളുപ്പത്തിൽ പരിശോധിക്കാം. ശുംഭൻ നിശുംഭൻ എന്ന് പറയുന്ന 2 അസുരന്മാരുണ്ടായിരുന്നു. അവർ ബ്രഹ്മദേവനെ തപസ് ചെയ്ത്, എപ്പോഴും അസുരന്മാരൊക്കെ ചോദിക്കുന്നത് പോലെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് മരണം ഉണ്ടാവരുത് എന്നുള്ള വരം ചോദിച്ചു. ബ്രഹ്മാവ് സാധാരണ പറയുന്നത് പോലെ തന്നെ അമരത്വം തരാൻ സാധിക്കില്ല, അദ്ദേഹം കൈമലർത്തി കാണിക്കുന്നു. ആ സമയത്ത് അവർ വിചാരിച്ചു, ഞങ്ങൾ വലിയ വീരന്മാരാണല്ലോ, സാധാരണ ഒരു പെണ്ണിൻ്റെ കൈകൊണ്ട് നമ്മൾ എന്തായാലും മരിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് സ്ത്രീയെ കൊണ്ട് മാത്രമേ എനിക്ക് മരണം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള വരം തന്ന് അനുഗ്രഹിക്കണം ബ്രഹ്മദേവ എന്ന് അവർ പറഞ്ഞു. നോക്കൂ, ഒരു സ്ത്രീയെ കുറച്ച് കണ്ടു, ഒരു സ്ത്രീയുടെ മഹത്വത്തെ കുറച്ച് കണ്ടു. എന്തായാലും അവരുടെ രാജ്യഭരണമൊക്കെ തുടങ്ങി. വരം കിട്ടിയതോടുകൂടി ദേവന്മാരെ ആക്രമിച്ചു, ദേവലോകം ആക്രമിച്ചു, ഭൂമി മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലായി. അധർമ്മം കളിയാടാൻ തുടങ്ങി. സാധാരണ ചെയ്യുന്നത് പോലെ ദേവന്മാരെല്ലാവരും ശ്രീപരമേശ്വരനെയും ദേവിയെയും പ്രാർത്ഥിക്കുന്നു. ദേവി ചണ്ഡികയായിട്ട് ജനിക്കുന്നു. ആ ചണ്ഡികാദേവി ഈ ശുംഭനിശുംഭന്മാരുടെ ആ രാജ്യത്തിന് സമീപത്ത് പോയി നിലനിൽക്കുന്ന സമയത്ത് ആ ദേവിയുടെ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ടുള്ള ശുംഭനും നിശുംഭനും അവരുടെ നിരവധിയായിട്ടുള്ള ദൂതന്മാരെ ഈ പെൺകുട്ടിയെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ വേണ്ടി ദേവിയുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ വിട്ട 2 പേരാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചണ്ടൻ എന്നും മുണ്ടൻ എന്നും വിളിക്കുന്ന 2 അസുരന്മാർ. ഇവരുടെ രാജാക്കന്മാരുടെ വാക്കും കേട്ട് ദേവിയോട് പോയി പറഞ്ഞു, ഞങ്ങളുടെ രാജാവിന് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് നീ
ഞങ്ങളെ രാജാവിനെ കല്യാണം കഴിക്കാനായിട്ട് ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. ദേവി പറഞ്ഞു, എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുള്ളൂ, അല്ലാതെ ഒരാളെയും ഞാൻ വിവാഹം കഴിക്കില്ല. അപ്പോൾ നിന്നെ ഞാൻ പിടിച്ചു കെട്ടി എൻ്റെ രാജാവിന് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ ചണ്ടനും മുണ്ടനും കൂടെ ചേർന്ന് ഭഗവതിയെ ആക്രമിക്കാൻ വരികയും ദേവിയുടെ ഹുങ്കാരം കൊണ്ട്, എന്ന് വെച്ചാൽ ദേവിയുടെ അലർച്ച കൊണ്ട് തന്നെ ചണ്ടനും മുണ്ടനും അഗ്നിയായി പോയി, കത്തിപ്പോയി എന്നുമാണ് കഥയിൽ പറയുന്നത്. അമ്മ വെറുതെ ഒന്ന് അലറിയപ്പോൾ തന്നെ ഈ വലിയ അസുരന്മാർ രണ്ടുപേരും അഗ്നിക്കിരയായി എന്ന് സാരം. അങ്ങനെ ചണ്ടനെയും മുണ്ടനെയും നിഗ്രഹിച്ചതുകൊണ്ട് അവളെ ചാമുണ്ട എന്ന് വിളിക്കാൻ തുടങ്ങി. ആ ചാമുണ്ട തന്നെയാണ് ആത്യന്തികമായിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുള്ള ആ തവിട്ടുമുത്തി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ആ ദേവി ചൈതന്യം. അത്യധികം തേജസ്സുള്ള ഒരു ദേവിയാണ്. മേൽക്കൂര വേണ്ട, നേദ്യം വേണ്ട, നിത്യപൂജ വേണ്ട, എന്നാലും തേജസ്സിന് യാതൊരു കുറവുമില്ല എന്ന് മനസ്സിലാക്കുക. കുട്ടികൾക്ക് അതുപോലെ തന്നെ മുതിർന്നവരായാലും ആരായിരുന്നാലും ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തവിട്ടുമുത്തിക്ക് തവിട് നേർന്നു കഴിഞ്ഞാൽ അതിന് വലിയ തരത്തിലുള്ള ശമനം ഉണ്ടാവും എന്നാണ് അവിടെയുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളാണ് സ്നേഹത്തോടെ തവിട്ടുമുത്തിക്ക് ഈ തവിട് ഉഴിഞ്ഞ് സമർപ്പിക്കുന്ന രീതിയുള്ളത്. ദേവിയെ തവിട് കൊണ്ട് ആടുന്ന രീതിയുണ്ട്. എങ്ങനെയാണോ നമ്മൾ നാഗപ്രതിഷ്ഠയിലൊക്കെ ഈ മഞ്ഞളൊക്കെ ചാർത്താറില്ലേ, അതുപോലെ തവിടെടുത്തിട്ട് ദേവിയുടെ ദേഹത്തൊക്കെ നമ്മളിങ്ങനെ ചാർത്തി കൊടുക്കും. ഞങ്ങളുടെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഈ വഴിപാട് സ്വീകരിച്ച് ഞങ്ങളുടെ ആദിവ്യാധികളൊക്കെ മാറ്റിത്തരണേ ഭഗവതി എന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ തവിട്ടുമുത്തിയുടെ ആരാധനാ കേന്ദ്രം. ഞാൻ പറഞ്ഞു, അവിടെ സാധാരണ രീതിയിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുള്ളതുപോലെയുള്ള ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊന്നല്ല അവിടെ ആരാധന നടത്തുന്നത്. അതിനായിട്ട് ചുമതലപ്പെട്ട ഒരു ഗോത്ര വിഭാഗമുണ്ട്. അവരാണ് അവിടെയുള്ള ആരാധനകളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. ഭാരതീയമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണിക്കലായിട്ടുള്ള ആചാരങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ആരാധനയ്ക്ക് അതിനുള്ള സ്ഥാനമുണ്ട്. കൗളമാർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതിനുള്ള സ്ഥാനമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള സനാതനധർമ്മം എന്ന് മനസ്സിലാക്കുക. ഇതേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, ഇതെല്ലാവരുടേതും കൂടിയാണ്. ഇതെല്ലാം തന്നെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കാവ് എന്ന് മനസ്സിലാക്കുക. അവിടെ അടികൾ ഉൾപ്പെടെ ചെയ്യുന്ന തൃച്ചന്ദനച്ചാർത്ത് പൂജയുണ്ട്, കോമരങ്ങളുടെയും വെളിച്ചപ്പാടിൻ്റെയും ആരാധനാ രീതിയുണ്ട്, തവിട്ടുമുത്തിക്കുള്ള ആരാധനാ രീതിയുണ്ട്, വസൂരിമാലയ്ക്കുള്ള ആരാധനാ രീതിയുണ്ട്. നോക്കൂ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു സങ്കലനമാണ് ആ കാവ് പ്രദേശം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ മഹത്വം. ആ ധർമ്മത്തിൽ വന്ന് ജനിക്കാൻ സാധിച്ചതിന് ആ തവിട്ടുമുത്തി ആയിരിക്കുന്ന ഭഗവതിയോട് നമുക്ക് എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കാം. കൊടുങ്ങല്ലൂർ അമ്മയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ലോകത്ത് അസുഖങ്ങളും ആദിവ്യാധികളുമായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുത്തുകൊണ്ട് അവരെ സൗഖ്യത്തിലേക്ക് നയിക്കണേ എന്ന് തവിട്ടുമുത്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.